ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുന്നിലേക്ക് മരം കടപുഴകി വീണ അപകടം. തിരുവനന്തപുരത്ത് നിന്ന് വന്ന വേളാങ്കണ്ണി എക്സ്പ്രസിന് മുന്നിലേക്കാണ് മരം വീണത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനും കുറ്റപ്പുഴ മേൽപ്പാലത്തിനടിയിലെത്തിയപ്പോഴാണ് റെയിൽവേ പാളത്തിലേക്ക് മരം വീണത്. ആ ദൃശ്യങ്ങൾ ആദ്യം നമുക്ക് കാണാം. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, എപ്പോഴാണ് ഈ മരം വീണത്? സമയോചിതമായ ഇടപെടൽ കൊണ്ട് കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടായില്ല അല്ലേ? ജയലക്ഷ്മി, ആശ്വാസകരമായൊരു വാക്ക്, അതായത് വലിയ അപകടം ഒഴിവായി എന്ന വാക്ക് ആണ് വാർത്തയിൽ ആദ്യം പറയാനുള്ളത്. കാരണം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനായിരുന്നു, പെട്ടെന്നാണ് ഈ മരം വീഴുന്നത് കണ്ടത്, വീണ് കിടക്കുന്നത് കണ്ടത്. ആ ഘട്ടത്തിൽ ട്രെയിൻ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാവിലെ 10 മണിക്ക് സ്വകാര്യ പുരയിടത്തിലുണ്ടായിരുന്ന മരമാണ് ഇത്തരത്തിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷന് ശേഷം ഉള്ള പ്രദേശത്തേക്ക് വീണത്. ഈ വേളാങ്കണ്ണി ട്രെയിൻ തിരുവല്ല സ്റ്റേഷനിൽ നിർത്തി അതിനുശേഷം മുന്നോട്ടെടുത്തതുകൊണ്ട് തന്നെ വേഗത കുറവായതുകൊണ്ട് അപകടം ഒഴിവായി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തരത്തിൽ റെയിൽവേ പാളത്തിന് സമീപത്തിൽ മരം നിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കാരണം ഈ മഴയോടൊപ്പം ഏറ്റവും പ്രധാന പ്രശ്നമായി പത്തനംതിട്ട ജില്ലയെ ബാധിക്കുന്നത് അത് കാറ്റാണ്. അത് ശബരിമല പാതയിലൊക്കെ നമ്മൾ കണ്ടതാണ്, നിരവധി മരങ്ങൾ കടപുഴകി വീഴുന്നത്. എന്തായാലും വേളാങ്കണ്ണി എക്സ്പ്രസ് ഈ വരുന്ന വഴിക്ക് മരം കിടക്കുന്നത് കണ്ടുകൊണ്ട് ട്രെയിൻ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാർത്തയായി പങ്കുവെക്കുകയാണ്. അപ്പോഴും ജയലക്ഷ്മി, ഏതാണ്ട് 3/4 മണിക്കൂർ എടുത്ത് നാട്ടുകാരും അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ പോലീസും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്നാലും 3/4 മണിക്കൂർ എടുത്ത് മാത്രമാണ് ഈ മരം മുറിച്ചു മാറ്റാൻ കഴിഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ മരം വീണപ്പോൾ അത് ലൈനിലേക്ക്, അതായത് ഈ റെയിൽവേ ലൈനിലേക്ക് വീണില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഈ കറണ്ട് പോകുന്ന ലൈനിലേക്ക് വീണില്ല എന്നുള്ളതും ആശ്വാസകരമായ ഒരു കാര്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്ന നടപടികൾ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട്.